പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇവിടെയാണ് ഈ മുണ്ടക്കൈ ചൂരമല ഭാഗങ്ങളിൽ ഏതാണ്ട് 200-ലധികം മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിത് കഴിഞ്ഞാൽ വെള്ളാറമലയിലേക്ക് പോകും. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രണാമം അർപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഞാനിത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയാണ്. ഒരുപാട് വേദന ബാക്കിയാക്കി മറഞ്ഞുപോയവർക്ക് പ്രണാമം. ഗോപികൃഷ്ണൻ, നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് അല്ലേ ഒരു സുകന്യയുടെ വരൂ. സുകന്യ, സുർജിത്ത് എവിടെ? സുർജിത്ത് വരൂ. ഷാഗതുണ്ട്. ഓക്കെ. നാട്ടുകാർ വരൂ. നിങ്ങൾ വരൂ. ഈ വേദനയൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. കാര്യം കേരളത്തിന്റെ മനസ്സിൽ ഇത് കോറിയിട്ട കുറേ ദുഃഖങ്ങളുണ്ട്. അതിനൊന്നും ഒരു അവസാനമില്ല. പക്ഷെ നമുക്ക് വയനാടിനെ നമുക്ക് വീണ്ടെടുത്തേ മതിയാവൂ. ഈ വയനാട്ടിലെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നമ്മൾ ഇവിടെ നടത്താൻ തന്നെ കാരണം അതാണ്. കാരണം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മണ്ണായി വയനാട് മാറാൻ പാടില്ല. ലോകത്തോട് നമുക്ക് വിളിച്ചു പറഞ്ഞേ പറ്റൂ. ലോക ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ വയനാട് ദുരന്തം അല്ലെങ്കിൽ വയനാട് ഉരുൾപൊട്ടലിൽ 100 ആളുകൾ മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഖ്യാതിയായി പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം ആളുകളുടെ വരവ് കുറഞ്ഞു. ഇവിടെ ടൂറിസത്തിലൊക്കെ പല ഹോട്ടലുകളിലും ആളില്ല. ഞാൻ തന്നെ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഞാനും കുറച്ച് ആൾക്കാരെ ഉള്ളെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് രാജകീയമായി സ്വീകരണം കിട്ടിയപ്പോഴാണ് ഞാൻ ചോദിച്ചത് വേറെ ആളുകളില്ലെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു കീറാമുട്ടിയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് വിചാരിച്ചാൽ മാത്രം ഗോപി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത്.